പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മളുടെ വാട്സപ്പിൽ ആരെങ്കിലും വോയിസോ അല്ലെങ്കിൽ ടെക്സ്റ്റോ എന്തെങ്കിലും ആദ്യം സെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ അത് ഡിലീറ്റ് എവരിവൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എന്താണ് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി എല്ലാ ആൾക്കാർക്കും കാണും. ഈ ഡിലീറ്റ് എവരിവൺ കൊടുക്കുന്ന ഈ മെസ്സേജ് ടെക്സ്റ്റ് വോയിസ് എന്താണ് അയച്ചതെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ പരിശോധിക്കാൻ പോകുന്നത്. നമ്മുടെ സെറ്റിംഗ്സിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കും. ഡിലീറ്റ് എവരിവൺ കൊടുത്താലും വോയിസ് അങ്ങനെ കിട്ടത്തില്ല കേട്ടോ. പക്ഷെ ഇത് രണ്ടും കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്തായാലും ഇത് 100% വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ BD Pro റിക്കവർ മെസ്സേജ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇത് ഇപ്പോൾ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. മറ്റുള്ള ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്ത് കളയരുത്. അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. 3.7 റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണിത്. റിവ്യൂവും കാര്യങ്ങളെല്ലാം വളരെ നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഞാൻ അത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ലോഡ് ആവാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മൾ ഈ ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു പെർമിഷൻ വരും, നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു ആരോ മാർക്ക് വരും, നമ്മൾ ഒരു പെർമിഷനാണത്, അലോ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു പെർമിഷൻ കൊടുക്കുക. യൂസ് ദ ഫോൾഡർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക, അലോ കൊടുക്കുക. വീണ്ടും ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗോ സെറ്റിംഗ്സിൽ പോയിട്ട് നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ ടൈം ഇവിടെ കാണാൻ സാധിക്കും. ഈ ഫോണിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. ബാക്ക് വന്ന ആപ്ലിക്കേഷനിൽ വീണ്ടും പ്രവേശിക്കുക. അപ്പോൾ നമുക്ക് മെസ്സഞ്ചറിലെയും ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഓൺ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ വാട്സപ്പിലെ ഡിഫാൾട്ടായിട്ട് തന്നെ ഓൺ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ്, എൻ്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കാൻ പോവുകയാണ്. ഞാൻ ഇതാ ഹായ് MK ചോയ്സ് എന്നുള്ള ടെക്സ്റ്റും അത് പോയിട്ട് ഞാനൊരു വോയിസും കൂടെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇതുപോലെ അയക്കാൻ പോവുകയാണ് മറ്റൊരു ഫോണിൽ നിന്നും. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇനി ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇത്രയുമാണ് ഞാൻ അയക്കുന്നത്. അത് രണ്ടും ഞാനിപ്പോൾ ഇവിടെ ഡിലീറ്റ് എവരിവൺ കൊടുക്കാൻ പോവുകയാണ്. രണ്ട് മെസ്സേജ് ഞാൻ ആ ഫോണിൽ ഡിലീറ്റ് എവരിവൺ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഇനി ഈ ആപ്ലിക്കേഷനിൽ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ റിയൽമി എന്ന ഫോണിൽ നിന്നാണ് ഞാൻ അയച്ചത്. അതാണ് റിയൽമി എന്ന് കൊടുത്തിട്ടുള്ളത്. ഞാനിതാ ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. ഹായ് MK ചോയ്സ് എന്ന് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് വോയിസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇമേജസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് കാണാൻ സാധിക്കും. അതിനിപ്പുറത്തായിട്ട് നമുക്ക് വോയിസ് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ ഡിലീറ്റ് എവരിവൺ കൊടുത്ത മറ്റൊരു വ്യക്തി ഡിലീറ്റ് എവരിവൺ കൊടുത്ത വോയിസ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഞാൻ എന്തായാലും അത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇനി ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഡിലീറ്റ് എവരിവൺ കൊടുത്ത മറ്റൊരു ഫോണിൽ ഡിലീറ്റ് എവരിവൺ കൊടുത്ത ആ വോയിസ് സ്പഷ്ടമായിട്ട് അതേ കണക്കിന് ഇവിടെ കേൾക്കാൻ സാധിച്ചു. എന്തായാലും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ മെസ്സേജ് അയച്ചതിന് ശേഷം അഥവാ ഡിലീറ്റ് എവരിവൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ അനായാസം സാധിക്കും. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ MK ചോയ്സ്.